ഷാനി നവജി രചിച്ച ഹിമവാന്റെ കൈലാസവഴികളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സുരേന്ദ്രൻ നിർവഹിച്ചു. ആട്ടക്കഥാകൃത്തും സോപാനസംഗീത രചയിതാവുമായ പറവൂർ PK മോഹനൻ മാസ്റ്റർ ആദ്യപ്രതി ഏറ്റുവാങ്ങി. പറവൂർ പട്ടണം നീലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സുരേന്ദ്രൻ നടത്തിയ ആത്മീയ പ്രഭാഷണത്തോടനുബന്ധിച്ചാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടത്തിയത്. തീർത്ഥാടനമാണതിൻ്റെ വിഷയം. തീർത്ഥാടനത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്, തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മുടെ പൂർവികന്മാർക്ക് നിശ്ചയമുണ്ടായില്ല. ആരാധനയാണ് ലക്ഷ്യമെങ്കിൽ ഭക്തിയുള്ള ഓരോരുത്തരുടെയും വീട്ടിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകും എന്നാണ് ഹിന്ദു ദർശനം. ഒരു ഭക്തൻ ഇരിക്കുന്നിടത്ത് ഈശ്വരൻ വരും. പിന്നെ എന്തിനാണ് അവർ മഹാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്? എന്തിനാണ് അവർ തീർത്ഥാടനങ്ങൾ ഏർപ്പാട് ചെയ്തത്? കാൽനടയായോ കാളവണ്ടിയിലോ ഭാരതീയർ മുഴുവൻ ഈ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിച്ചു. അവർക്ക് പരസ്പരം ഭാഷകൾ പഠിക്കാൻ വിഷമമുണ്ടായില്ല. അവർ പരസ്പരം ഭാഷകൾ പഠിച്ചു. അവർ അന്യോന്യം ഇടപഴകി. ദരിദ്രരും സമ്പന്നരും സവർണനും അവർണനും വിദ്യാസമ്പന്നനും നിരക്ഷരനും എല്ലാവരും ഒന്നിച്ച് തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പ്രയാണം നടത്തി. ഭക്തിയോടെ ധ്യാനിക്കുന്ന ഒരുവൻ്റെ കൈക്കുമ്പിളിലെ ഈ അല്പം ജലാശയത്തിലും സപ്തസിന്ധുക്കളും ഗംഗ സന്നിവേശിക്കും എന്നും നമ്മുടെ പൂർവികന്മാർക്കറിയാമായിരുന്നു. എന്നിട്ടും എന്തിനാണ് അവർ തീർത്ഥാടനം നടത്തിയത്? അവർ പരസ്പരം ഭാഷകൾ പഠിക്കുകയും അറിയാത്തവർ തമ്മിൽ കാണുകയും അങ്ങനെ ഭാരതം ഒന്നായി മാറുകയും ചെയ്യുകയായിരുന്നു. എന്നെയും നിങ്ങളെയും പോലുള്ള പരിഷ്കൃതരായ ആൾക്കാർക്ക് മാത്രമേ ഭാരതം പലതാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഭാരതം സ്വയം ഒന്നായി മാറുന്നതിനു വേണ്ടി നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ചതാണ് ഈ തീർത്ഥാടനം എന്ന ഏർപ്പാട് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.